നിങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും ഭയപ്പെടുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു കാര്യം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സ്പേസ് പെട്ടെന്ന് ഇല്ലാതാവും. ഈ സ്പേസ് തീരാനുള്ള കാരണം എന്താണെന്നാൽ പാതി കാരണം നമ്മൾ തന്നെയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. 3 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെ സ്പേസ് പെട്ടെന്ന് തീരില്ല. ഫോൺ സ്റ്റോറേജ് പെട്ടെന്ന് തീരില്ല, അങ്ങനെ വേണം പറയാം. ചിലർക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഫോൺ സ്പേസ് പെട്ടെന്ന് തീരില്ല, അല്ലെങ്കിൽ അഥവാ ഫോൺ സ്റ്റോറേജ് പെട്ടെന്ന് തീരില്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അത് ഏതൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ വിശദമായി പറഞ്ഞു തരാൻ പോകുന്നത്. അതിനു മുമ്പ് വെൽക്കം ടു ലൈവ് പ്രീമിയം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനൽ ബില്ലേക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന് ഓപ്ഷൻ കൊടുക്കുക. ഇതിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നമുക്ക് സമയങ്ങളാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലിട്ട് പോകാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2-3 സെറ്റിങ്സുകളുണ്ട്. സെറ്റിങ്സ് അല്ല, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനായിട്ട് ഞാൻ പറയുന്ന ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ ഫയൽസാണ്. ഗൂഗിൾ ഫയൽസ് ഒട്ടുമിക്ക എല്ലാ ഫോണുകളിലും ഉണ്ടാകും. ഇത് നമ്മളെ ഒരു സ്റ്റോറേജ് തീരാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു കാരണമാണ്. ഇവിടെ 3 ലൈൻസ് കാണാൻ സാധിക്കും. 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷനൊക്കെ വരും. ഇവിടെ ജങ്ക് ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ജങ്ക് ഫയൽസ് ക്ലീൻ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണിക്കില്ല. ക്ലീൻ ചെയ്യാതെ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു വലിയ MB തന്നെ കാണും. ഈ ജങ്ക് ഫയൽസ് എന്ന് പറഞ്ഞാൽ അത് ആവശ്യമില്ലാതെ ഫയലിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു ഫയലാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഫയലുകളൊന്നും പോവുകയില്ല. അവിടെ അവർ തന്നെ പറയുന്നുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അൺനെസസറി തിങ്കിങ് അപ്പ് സ്പേസ് എന്ന് എഴുതിയിട്ടുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട് ആവശ്യമില്ലാതെ കിടക്കുന്ന സ്പേസ് ആണെന്ന്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലീൻ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലീൻ എന്നൊരു ഓപ്ഷൻ വരും. ക്ലീൻ ചെയ്തോട്ടെ എന്ന് കേൾക്കും. നമ്മൾ ക്ലീൻ എടുക്കുക. വായിച്ചു നോക്കുക. നിങ്ങൾ വായിച്ചു നോക്കൂലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ 2.6 GB നമുക്ക് ജങ്ക് ഫയൽസ് പോയിട്ടുണ്ട്. ഗൂഗിൾ ഫയൽസ് എന്ന് പറഞ്ഞാൽ ജങ്ക് ഫയൽസ് പോയിട്ടുണ്ട്. ഇനി ഇതാണ് ഒന്നാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺനെസസറി ആയിട്ട് ഇതുകൊണ്ട് ഒരുപാട് സ്പേസുകളൊക്കെ ഫോണിൽ നിന്ന് ഫോണുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളെ സ്റ്റോറേജ് ഫുള്ളാകാതിരിക്കും. ഇനി രണ്ടാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ഗൂഗിൾ ഫയൽസ് തന്നെ ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ ഗൂഗിൾ ഫയൽസിൽ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോട്ടോയാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ റിമൂവ് ടു ട്രാഷ് എടുക്കുന്നു. ട്രാഷ് കൊടുത്തതിന് ശേഷം ഇവിടെ വ്യൂ എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഫോട്ടോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. വേറെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. അത് ഡിലീറ്റായി പോയാലും നമ്മളെ ഇതിൽ നിന്ന് പോകത്തില്ല. നമ്മൾ ഗൂഗിൾ ഫയൽസിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും നമ്മൾ ഫോട്ടോസിൽ നിന്ന് എന്ത് ചെയ്യില്ല, പോവില്ല. ഇവിടെ കണ്ടില്ല, ഇതിൻ്റെ ട്രാഷിൽ കിടപ്പുണ്ട്. ഇതിൻ്റെ ട്രാഷിൽ ചിലപ്പോൾ കിടപ്പുണ്ടായിരിക്കും. കണ്ടില്ലേ, ഇതിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത ഫോട്ടോയാണ്. അതിൻ്റെ ട്രാഷിൽ അത് ഭദ്രമായിട്ട് കിടപ്പുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഗൂഗിൾ ഫയൽസിൽ നിന്ന് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്താൽ മാത്രം പോരാ, ഈ ഫോട്ടോസിൽ നിന്നും കൂടെ ഡിലീറ്റ് ചെയ്യണം. ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ഡിലീറ്റ് ചെയ്താൽ മാത്രമേ അത് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ആയി പോകത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഇത് നോക്കാതിരിക്കരുത്. ഇതിൽ ഒരുപാട് ഫോട്ടോ അടഞ്ഞും കൂടി കിടക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വേണ്ടാത്ത ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ
ഈ ഫോട്ടോസിൽ നിന്ന് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി. ഫോട്ടോസിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ പെർമനൻ്റായി ഡിലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഫോട്ടോസിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഫോട്ടോ ആണോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ആ ഫോട്ടോ തന്നെ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം, അല്ലെങ്കിൽ വേറൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ആ ഫോട്ടോ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ്. അവിടെ ലോങ് പ്രസ് ചെയ്യുന്നു, എന്നിട്ട് ഡിലീറ്റ് എടുക്കുന്നു. ഡിലീറ്റ് എടുത്തതിന് ശേഷം റിമൂവ് ടു ട്രാഷ് ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ട്രാഷിൽ ആ ഫോട്ടോ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി ട്രാഷ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഫോട്ടോയുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക. ഗൂഗിൾ ഫയൽസിൽ നിന്ന് മാത്രം ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാതെ ഫോട്ടോസ് ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ഡിലീറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ പെർമനൻ്റായി ഡിലീറ്റ് ആകത്തുള്ളൂ. ഇനി മൂന്നാമത്തെ സ്റ്റോറേജ് ലാഭിക്കാനുള്ള സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇത് പലർക്കും അറിയാനുള്ള സെറ്റിങ്സാണ്, എന്നാലും അറിഞ്ഞിടാത്ത ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ മാനേജ് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൽ എത്രത്തോളം സ്റ്റോറേജ് നിലവിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഇനി എത്രത്തോളം ബാക്കിയുണ്ടെന്ന് അറിയാൻ സാധിക്കും. കുറേ ചാറ്റുകൾ ഇവിടെ ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ചാറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകളിൽ വന്ന് കിടക്കുന്ന ചാറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൂടുതൽ വാട്സപ്പ് സ്റ്റോറേജ് യൂസ് ചെയ്യുന്ന ചാറ്റാണ്. ഇപ്പോൾ എനിക്കിവിടെ ഇതിൽ തന്നെ ഒരുപാട് കൂടുതൽ സ്റ്റോറേജ് യൂസ് ചെയ്യുന്ന ചാറ്റുകൾ ഒക്കെ ഉണ്ട്. മുകളിൽ കിടക്കുന്നതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാർജ് ഫയൽ മാത്രം വേറെ തിരിച്ച് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മുകളിൽ കിടക്കുന്നത് കൂടുതൽ എം ബി ഉള്ള ചാറ്റാണ്. കുറച്ച് താഴെ കിടക്കുന്നത് കുറച്ച് കുറവ് എം ബി ഉള്ള ചാറ്റാണ് കുറച്ച് താഴെ കിടക്കുന്നത്. ഈ വാട്സപ്പ് സ്റ്റോറേജ് നിങ്ങളിങ്ങനെ മുകളിൽ കിടക്കുന്ന ക്ലിയർ ചെയ്താൽ തന്നെ നിങ്ങളെ ഫോൺ സ്റ്റോറേജ് കിട്ടും. സത്യം, ഞാൻ ഫോൺ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വാട്സപ്പ് സ്റ്റോറേജാണ് ക്ലിയർ ചെയ്യുന്നത്. എന്നിട്ടാണ് വീഡിയോ സേവ് ചെയ്യുന്നത്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ്ഫുള്ളായിട്ട് സേവ് ആകുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ചാറ്റിൽ നിന്ന് ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കാണിച്ചില്ല. ഇവിടെ ചാറ്റ് ഓപ്പൺ ചെയ്യുക, ഏത് ചാറ്റാണോ ഡിലീറ്റ് ചെയ്യേണ്ട ആ ചാറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ ടിക്ക് കൊടുക്കുക, എല്ലാം വേണമെങ്കിൽ ടിക്ക് കൊടുക്കുക. ശേഷം ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ ഡിലീറ്റ് എനി കോപ്പീസ് എന്ന ഓപ്ഷൻ വരെയാണെങ്കിൽ മാത്രം ഇവിടെ ടിക്ക് കൊടുക്കുക. എന്നാൽ മാത്രമേ കോപ്പീസ് എല്ലാം പെർമനൻ്റായി നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആകത്തുള്ളൂ. ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഡിലീറ്റ് കൊടുത്താലും മതി. ഓക്കെ, പ്രശ്നമില്ല. ഇവിടെ ഡിലീറ്റ് കൊടുക്കും. ഇങ്ങനെ നിങ്ങൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും ഡിലീറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ഈ വാട്സപ്പ് സ്റ്റോറേജ് പകുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിൽ കുറച്ച് സ്പേസ് കിട്ടുന്നതാണ്. കുറച്ചല്ല, ഒരുപാടധികം സ്പേസുകൾ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ പറഞ്ഞ 3 സെറ്റിങ്സ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ശ്രദ്ധിച്ച് ഞാൻ പറയുന്നതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സ്റ്റോറേജ് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാതരം ടെക്നോളജി വീഡിയോസ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കണും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ അളന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താരം കാണാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ ട്രിക്ക് അറിയുന്ന ആളാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നവർ അവർക്കും ഉപകാരമായി മാറും. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ടോപ്പ് ആൻഡ് ടിപ്സ് വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.